തൃപ്പൂണിത്തുറ കണ്ടനാട്ട് ശ്രീനിവാസിന്റെ വസതിയിൽ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയ ഒരുപാട് ജനങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു വലിയ വലിയ ജനക്കൂട്ടം തന്നെ പറയാം. അവർക്കെല്ലാം ആ രീതിയിൽ പലപ്പോഴായി മനസ്സിൽ അടയാളപ്പെടുത്തപ്പെട്ട ആളാണ് ശ്രീനിവാസൻ എന്ന് പറയാതെ വയ്യ. റാഫി കരീം അവിടെ നിന്ന് തത്സമയം ചെയ്തു. റാഫി, ഇപ്പോഴും അണമുറിയാതെ അങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. അത് ഈ നാട്ടിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആൾക്കാർ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ അതിശയിപ്പിക്കുന്നത്. കാരണം ടൗൺ ഹാളിൽ നമ്മൾ കണ്ടു ജനങ്ങളുടെ ഒരു വലിയ ഒഴുക്ക് ഈ പൊതുദർശന വേദിയിലേക്ക് ആ ഇടത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അവിടെ വസതിയിൽ ഒരുപാട് പേർ എത്തുന്നുണ്ട്. ആരൊക്കെയുണ്ട് ഇപ്പോൾ റാഫി? പ്രജിൻ, ഇപ്പോഴും ഈ തോരാതെ പെയ്യുന്ന മഴ പോലെയാണ് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മരണവിവരം അറിഞ്ഞത് മുതൽ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് ആളുകൾ എത്തുന്നത് കണ്ടു. അവിടെ മുതൽ തോരാതെ പെയ്യുന്ന മഴ പോലെ ഇങ്ങനെ ആളുകൾ വരികയാണ്. അത് നമ്മൾ ആ കാഴ്ച കണ്ടത് പ്രധാനമായും മൃതശരീരം പൊതുദർശനത്തിന് വെച്ച കലൂരിലുള്ള ടൗൺ ഹാളിൽ വെച്ചായിരുന്നു. ടൗൺ ഹാളിൻ്റെ പുറത്ത് 1 മണി മുതൽ 4 മണി വരെ ഈ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് വലിയ നീണ്ട നിര, ആ റോഡ് വരെ നീണ്ടൊരു നിരയുണ്ടായിരുന്നു. ആ വെയിലിനെ എല്ലാം അതിനെയൊന്നും വകവയ്ക്കാതെ തന്നെ വലിയൊരു ജനക്കൂട്ടം ഈ ശ്രീനിവാസനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയിരുന്നു. അതിനുശേഷം മൃതദേഹം ഈ തൃപ്പൂണിത്തുറ ഉദയംപേരൂരിലെ വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷവും വലിയ ജനക്കൂട്ടമാണ് നമ്മൾ കണ്ടത്. ആ ജനക്കൂട്ടം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടവർ മടങ്ങിപ്പോകുമ്പോൾ അതിൽ ഇരട്ടി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, ഒപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഈ നാട്ടിൽ കഴിഞ്ഞ ആളുകൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതർ, സുഹൃത്തുക്കൾ, ആരാധകർ, അങ്ങനെ എല്ലാവിധം ആളുകളും ഇങ്ങോട്ട് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം ശ്രീനിവാസൻ എന്നുള്ളത് സിനിമാ മേഖലയിൽ ഒരു നടൻ എന്നതിനപ്പുറം ഒരു തിരക്കഥാകൃത്ത്, ഒരു സംവിധായകൻ, ഒരു നിർമ്മാതാവ്, അങ്ങനെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം തന്നെ മധ്യവർഗത്തിൽപ്പെട്ട ആളുകളുടെ അവരുടെ കഥ സിനിമയിലേക്ക് വരുന്നു. അത് ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ എഴുതുന്നു, അതിനെ ആ നിലയിൽ അവതരിപ്പിക്കുന്നു, ആ നിലയിൽ ആ സിനിമകളെ ജനങ്ങൾക്ക് സ്വീകാര്യനാക്കി മാറ്റുന്ന രീതിയിലായിരുന്നു ശ്രീനിവാസൻ്റെ എല്ലാ ക്രാഫ്റ്റും ഉണ്ടായിരുന്നത്. അതിൽ എടുത്തു പറയേണ്ട ചിത്രങ്ങൾ, സന്ദേശം പോലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ എത്തുന്ന ആളുകളെല്ലാം ആ സിനിമകൾ ഓരോന്നായി പറയുന്നു, അതിലെ ഓരോ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നു. ആ നിലയിലുള്ള ആളുകളാണ് ഇവിടെ വന്ന് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവിവരം അറിഞ്ഞതിന് പിന്നാലെ MP രാജേഷ് പറഞ്ഞൊരു വാക്കുണ്ട്. രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആളെ അധിക്ഷേപിക്കുന്നത് പോലെ ഒരു കാര്യം പറയുമ്പോൾ ഒരു വിമർശനത്തെ അധിക്ഷേപമാക്കി മാറ്റാതെ ഹാസ്യരൂപേണ അത് അവതരിപ്പിക്കുന്നു. ആ വിമർശനം ഏൽക്കുന്ന ആൾക്ക് ചിരിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത തരത്തിൽ ആ നിലയിലുള്ള എഴുത്താണ് ശ്രീനിവാസന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും അതേ നിലയിലായിരുന്നു. കണ്ണൂരിൽ നിന്ന്, ഒരു ഗ്രാമത്തിൽ നിന്ന്, സിനിമാ പശ്ചാത്തലമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു ബിരുദത്തിന് ശേഷം അഭിനയം പഠിക്കാൻ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അഭിനയം പഠിച്ച് മലയാള സിനിമയിലേക്ക് വരുന്നു. അഭിനേതാവാനായിരുന്നു ആഗ്രഹം. പിന്നീട് പ്രിയദർശന് വേണ്ടി ഒരു തിരക്കഥ എഴുതുന്നു. പിന്നീട് തിരക്കഥാകൃത്തായി മാറുന്നു. 200-ലധികം സിനിമകൾ അഭിനയിക്കുമ്പോൾ 50-ലധികം സിനിമകളുടെ തിരക്കഥാകൃത്താകുന്നു. പലരോടൊപ്പവും ചേർന്ന് പ്രവർത്തിക്കുന്നു. സത്യൻ അന്തിക്കാട്, ഫാസിൽ, ഒപ്പം തന്നെ പ്രിയദർശൻ, അങ്ങനെ പലരോടൊപ്പവും ചേർന്ന് പ്രവർത്തിക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ വന്ന് അഭിനയിക്കുന്നു. ആ നിമിഷങ്ങൾ അത് അവർ ഓരോരുത്തരും നമ്മൾ കണ്ടതാണ്. മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം ടൗൺ ഹാളിൽ എത്തിയിരുന്നു. അവർ അവിടെ വെച്ച് ഓരോരുത്തരും പഴയ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ നിലയിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും തന്നെ ടൗൺ ഹാളിലെത്തിയിരുന്നു. അതിലൊപ്പം തന്നെ അല്ലാത്ത ആളുകൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള മറ്റു സുഹൃത്തുക്കൾ ഈ വീട്ടിലേക്കും എത്തുന്നുണ്ട്. അല്പസമയം മുൻപാണ് നടൻ ടൊവിനോ വന്നത്. അതിനു മുൻപ് രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. ഇവിടെ അല്പസമയം മുൻപ് വരെയും രമേശ് പിഷാരടിയും ആൻഡോ ജോസഫും രഞ്ജി പണിക്കരും അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. സത്യൻ അന്തിക്കാടെല്ലാം അല്പസമയം മുൻപ് വരെയും ഇവിടെ ഉണ്ടായിരുന്നു. ആ മൃതദേഹത്തെ അനുഗമിച്ച് ഈ വീട്ടിലേക്ക് എത്തിയതാണ് അവരെല്ലാവരും തന്നെ. നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാളെ രാവിലെ 10 മണി വരെയാണ് ഈ വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നാളെ ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ തിരക്കുണ്ട്, വീട്ടിലും വലിയ തിരക്കുണ്ട്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പ്രിയ നടന്, പ്രിയ സംവിധായകന്, പ്രിയ തിരക്കഥാകൃത്തിന് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം കാലത്തിനതീതമായ ചില സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകിയ സന്ദേശം പോലുള്ള സിനിമകൾ ഇനിയും വർഷങ്ങൾക്കപ്പുറം, ഈ തെരഞ്ഞെടുപ്പുകൾ ഉള്ളൊരു കാലം വരെയും, ഈ ജനാധിപത്യ പ്രക്രിയ രാജ്യത്ത് നടക്കുന്നൊരു കാലം വരെയും ഓർക്കപ്പെടും എന്നുള്ള നിലയിൽ, ആ നിലയിലുള്ള സിനിമകൾ സമ്മാനിച്ച പ്രിയ നടന്, പ്രിയ നായകന്, പ്രിയ സംവിധായകന്,
തിരക്കഥാകൃത്തിന് അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഈ വീട്ടിലേക്ക് ഈ നിലയിൽ ആളുകൾ എത്തിയിരിക്കുന്നത്. ഈ തൃപ്പൂണിത്തുറയിലെ വീട്ടിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ വലിയ സൗഹൃദം, ഇവിടെയുള്ള ആളുകളെ, കൃഷിക്കാരെ സംഘടിപ്പിച്ച് ആ നിലയിൽ ഒരു സൗഹൃദം ഈ നാട്ടിൽ തന്നെ. ഇപ്പോൾ ലാൽ ജോസ്, സംവിധായകനായ ലാൽ ജോസ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ ഓരോരുത്തരായി എത്തുന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എത്തുന്നു, ആരാധകർ തന്നെ വലിയൊരു സൗഹൃദ കൂട്ട അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച എല്ലാവരും എത്തുന്നു. എല്ലാവർക്കും ഒരു പിടി ഓർമ്മകളുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.